റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ. നാലു കാര്യം നിന്നിലുണ്ടായാൽ ദുനിയാവിൽ അതിനേക്കാളും വലിയ സൗഭാഗ്യം നിനക്ക് നഷ്ടപ്പെട്ടാൽ, ദുനിയാവിൽ അതിനേക്കാളും വലിയൊരു സൗഭാഗ്യം നിനക്ക് ലഭിക്കാനില്ല. നാല് കാര്യമാണ് ദുനിയാവിൽ നിനക്കുണ്ടാവേണ്ട വിശേഷണങ്ങൾ, പ്രത്യേകതകൾ. അതിലൊന്ന് ഹിഫ്ളു അമാന, വിശ്വാസവഞ്ചന നടത്താതെ ആളുകൾക്ക് നൽകിയ വാക്കുകൾക്ക് പ്രാധാന്യം നൽകി നമ്മുടെ വാക്ക് പാലിക്കുക എന്നുള്ളത്. ഹിഫ്ളു അമാന, സൂക്ഷിപ്പ് മുതലുകൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും സൂക്ഷിക്കാൻ തന്നാൽ അത് നമ്മൾ കേടുവരുത്താതെ, അതിൽ വീഴ്ച വരുത്താതെ എങ്ങനെയാണോ തന്നത് അതേപോലെ നമ്മൾ തിരിച്ചേൽപ്പിക്കുക. ആരെങ്കിലും ഒരു രഹസ്യം പറഞ്ഞാൽ ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതി എന്ന സൂചനയോടെ പറഞ്ഞാൽ മൂന്നാമതൊരാളിലേക്ക് അതെത്താതെ രണ്ടുപേർ ആ ഒരു രഹസ്യം സൂക്ഷിക്കുക. ഹിഫ്ളു അമാന. ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദുനിയാവിലെ മറ്റ് ഏത് സൗഭാഗ്യം നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് വേദനിക്കേണ്ടതില്ല. രണ്ടാമത്തേത് വസിദുഖു ഹദീസ്, സത്യസന്ധത. സത്യമാത്രം പറയണം, സത്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുക. മൂന്നാമത്തേത് വഹുസ്നു ഖലീഖ, നല്ല സുഹൃത്തുക്കൾ, നല്ല ചങ്ങാതിമാർ. ഇതുണ്ടായാൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. നാലാമത്തേത് വഇഫ്ഫത്തുൻ ഫീ തുഅമ, നിങ്ങളുടെ ഭക്ഷണം ഹലാലായ രീതിയിലാവുക എന്നുള്ളത്. നമ്മുടെ സമ്പാദ്യം ഹലാലായ രീതിയിലാവുക എന്നുള്ളത്. ഈ നാല് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് വലിയ സൗഭാഗ്യമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി. നാലാമത്തെ വിഷയമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഹലാലായ സമ്പാദ്യം. ഹലാലെ നമ്മൾ സമ്പാദിക്കാൻ പാടുള്ളൂ. ഹറാമായ ഒരു നാണയത്തുട്ടുപോലും നമ്മുടെ സമ്പാദ്യത്തിൽ കൂടിക്കലരാതെ സൂക്ഷിച്ചേക്കണം. അങ്ങനെ ഒരു ഹറാമിൽ നിന്നൊരു നാണയത്തുട്ട് നമ്മുടെ സമ്പാദ്യങ്ങളിൽ കൂടിക്കലർന്നാൽ നമ്മൾ തിന്നുന്നത്, നമ്മുടെ ഭാര്യയെ തീറ്റിപ്പിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് തിന്നാൻ നൽകുന്നത് എല്ലാം ഹറാമായി പോകും. അതുകൊണ്ട് സമ്പാദ്യം ഹലാലാവുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. മഹാനായ യൂസുഫ് ഇബ്നു അസ്ബാത്ത് എന്ന് പറയുന്ന പ്രഗൽഭനായ താബിഈങ്ങളിൽപ്പെട്ട പ്രഗൽഭനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം പറയാൻ, ഇദാ തഅബ്ബദ ശാബ്, ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ ആരാധിക്കുന്ന, അല്ലാഹുവിനെ ഭയക്കുന്ന സൂക്ഷ്മതയുള്ള ഒരു ചെറുപ്പക്കാരനായി മാറിയാൽ, ഇദാ തഅബ്ബദ ശാബ്, ഒരു ചെറുപ്പക്കാരൻ നല്ല സൂക്ഷ്മതയുള്ള ഒരു ചെറുപ്പക്കാരനായി മാറിയാൽ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു ചെറുപ്പക്കാരനായി മാറിയാൽ, യഖൂലു ഇബ്ലീസ്, ഇബ്ലീസ് പറയും, ഉൻദുറൂ മിൻ ഐന മത്അമു, നിങ്ങൾ അവന്റെ സമ്പാദ്യം എവിടെ നിന്നാണ് എന്ന് പരിശോധിക്കണമെന്ന് ഇബ്ലീസ് തന്റെ പിശാചുക്കളോട് പറയും. നല്ലൊരു സൂഫി വര്യനായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലുണ്ടായാൽ ഇബ്ലീസ് തന്റെ കൂട്ടാളികളോട് പറയുന്നത്, ഉൻദുറൂ മിൻ ഐന മത്അമു, അവൻ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്നാണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് ഹലാലാണോ അത് ഹറാമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഫഇൻ കാന മത്അമുഹു മത്അമ സൂഇൻ, അവൻ കഴിക്കുന്നത് ഹറാമായ ഭക്ഷണമാണെങ്കിൽ, അവൻ തിന്നുന്നത് ഹറാമായ ഭക്ഷണമാണെങ്കിൽ, ഖാല ദഉ, അവനെ വിട്ടേക്കണമെന്ന് പിശാച് പറയുമെന്ന് മഹാനായ യൂസുഫ് ഇബ്നു അസ്ബാത്ത് എന്ന് പറയുന്നവർ എന്ന പണ്ഡിതൻ പഠിപ്പിക്കുകയാണ്. സൂക്ഷ്മതയുള്ള അല്ലാഹുവിനെ പേടിച്ച് നല്ല തഖ്വയോടെ ജീവിക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടായാൽ പിശാച് പറയും, അയാളുടെ സമ്പാദ്യം എവിടെ നിന്നാണെന്ന് പരിശോധിക്കണം, അയാൾ തിന്നുന്നത് ഹലാലാണോ എന്ന് നോക്കണം, അയാളുടെ വരുമാനം ഹലാലാണോ എന്ന് നോക്കണം. അങ്ങനെ ഹലാലല്ലാത്ത
വരുമാനം, ഹറാമായ സമ്പാദ്യങ്ങൾ, ഇങ്ങനെ സമ്പാദിച്ച ഒരാൾ നന്നായി നിസ്കരിക്കുന്നത് കണ്ടാൽ, നോമ്പെടുക്കുന്നത് കണ്ടാൽ, തഖ്വയോടുകൂടി ജീവിക്കുന്നത് കണ്ടാൽ അയാളെ നിങ്ങൾ വിട്ടേക്കണം. ലാ തസ്തഗിലൂ ബിഹി, അയാളുടെ സമീപത്തേക്ക് നിങ്ങൾ പോവാൻ പാടില്ല, അവരെ നിങ്ങൾ പിന്തിരിപ്പിക്കാൻ പാടില്ല, അവരുടെ നിസ്കാരങ്ങൾ നിങ്ങൾ പിന്തിരിപ്പിക്കരുത്, അവരുടെ ഹജ്ജിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പാടില്ല, അവരുടെ നോമ്പുകൾക്ക് നിങ്ങൾ പ്രോത്സാഹനമാണ് നൽകേണ്ടത്. ദഊഹു യജ്തഹിദു വയൻസബ്, അയാൾ നിങ്ങൾ വിട്ടേക്കണം. അയാൾ കഠിനാധ്വാനം ചെയ്ത് നിസ്കരിച്ചോട്ടെ, അയാൾ കഠിനാധ്വാനം ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ചോട്ടെ, അയാളുടെ തഹജ്ജുദ് നിസ്കാരങ്ങൾ നിങ്ങൾ തടയാൻ നിൽക്കരുത്. ഫഖദ് കഫാകും നഫ്സ, അയാളുടെ സമ്പാദ്യം ഹറാമായതുകൊണ്ട് ഒന്നും അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല, ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് തിന്നുന്നത് ഹറാമാണെങ്കിൽ അവരുടെ പിന്നാലെ നിങ്ങൾ കൂടരുത് എന്ന് പിശാച് പറയുമെന്ന് മഹാനായ യൂസുഫ് ഇബ്നു അസ്ബാത്ത് എന്ന് പറയുന്ന പ്രഗൽഭനായ പണ്ഡിതൻ പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഇന്നശ്ശൈത്വാൻ, നിശ്ചയം പിശാച് പറയുമത്രേ, ഖസ്ലത്തും മിൻ ഇബ്നി ആദമ ഉരീദുഹാ, മനുഷ്യനിൽ നിന്ന് ഞാൻ ഒരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്, മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഒരു സംഭവം സംഭവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഖസ്ലത്തും മിൻ ഇബ്നി ആദമ ഉരീദുഹാ, ഒരു മനുഷ്യനിൽ നിന്ന് ഒരു കാര്യമുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യമുണ്ടായാൽ സുമ്മ ഉഖ്ലി ബൈനഹു വബൈന മാ യുരീദു മിനൽ ഇബാദ, ആ കാര്യമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൻ എത്ര ആരാധിച്ചാലും ഞാൻ അവന്റെ പിന്നാലെ കൂടൂല. അവൻ നിസ്കരിച്ചാലോ ദിക്ർ ചൊല്ലിയാലോ സ്വലാത്ത് ചൊല്ലിയാലോ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് രാത്രി മുഴുവനും പാരായണം ചെയ്താൽ വരെ അവന്റെ പിന്നാലെ ഞാൻ കൂടൂല. അവന് സ്വൈര്യമായി ആരാധിക്കാൻ, സ്വസ്ഥമായി ആരാധിക്കാൻ ഞാൻ അനുവദിക്കുമെന്നാണ് പിശാച് പറഞ്ഞത്. അവനിൽ നിന്നൊരു കാര്യമുണ്ടായാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അവനിലുണ്ടായാൽ, ഏതാണ് ആ കാര്യം? അജ്അൽ കസ്ബഹു മിൻ ഗൈരി ഹില്ലിൻ, അജ്അലു കസ്ബഹു മിൻ ഗൈരി ഹില്ലിൻ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ ഹലാലല്ലാത്ത മാർഗത്തിലൂടെ, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കണമെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നത് കണ്ടാൽ പിന്നെ ഞാൻ അവന്റെ പിന്നാലെ കൂടൂല, പിന്നെ ഞാൻ അവനെ നിരന്തരമായി ഇബാദത്തുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കൂല എന്നാണ് പിശാച് പറയുന്നത്. അവൻ വിവാഹം കഴിച്ചാൽ അവന്റെ വിവാഹം ഹറാമാണല്ലോ, അവന്റെ വിവാഹം ഹറാമാണ്. അവൻ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹറാമാണ്, ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രം ഹറാമാണ്. എന്നിട്ട് രണ്ടുപേരും ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ നിന്നുണ്ടാകുന്ന കുട്ടി വരെ ഹറാമായ സമ്പാദ്യത്തിൽ നിന്നുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഹറാമായ സമ്പാദ്യം ഒരാളിൽ ഉണ്ടായാൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ പിഴച്ചു പോകാൻ, ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ ഹറാമിലൂടെ സമ്പാദിക്കണമെന്നാണ്. അങ്ങനെ സമ്പാദിച്ചു തുടങ്ങിയാൽ അവന്റെ പിന്നാലെ ഞാൻ കൂടൂല, കാരണം അവന്റെ വിവാഹം ഹറാമാണ്. അതേപോലെ തന്നെ അവൻ നോമ്പ് മുറിച്ചാൽ, അവൻ നോമ്പെടുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നാൽ അവസാനം നോമ്പ് മുറിക്കുന്നത് ഹറാമായ ഭക്ഷണത്തിലൂടെയാണ്. അപ്പോഴേക്കും അവന്റെ നോമ്പ് പോയി, അവൻ തിന്നുന്നത് ഹറാമാണ്. അയാൾ ഹജ്ജിന് പോയാൽ ഹറാമായ സമ്പാദ്യത്തിൽ നിന്നല്ലേ ഹജ്ജിന് പോകുന്നത്. അയാളുടെ ഹജ്ജും ഞാൻ സ്വീകരിക്കൂല എന്ന് പിശാച് പറയുമെന്ന് പ്രഗൽഭരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വളരെ പ്രധാനമായി അടിസ്ഥാനമായി നമ്മൾ നമ്മുടെ സമ്പാദ്യം ഹലാലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ഒരു നയാ പൈസ പോലും നമ്മളിൽ നിന്ന് ഹറാം സംഭവിക്കാൻ പാടില്ല. നമ്മുടെ ഭാര്യക്കോ നമ്മുടെ മക്കൾക്കോ ഹറാം തീറ്റിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഏറ്റവും നല്ലതിനെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്, ഹലാലിനെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഹറാം കഴിച്ചു പോകരുത്. സംശയാസ്പദമായ ഭക്ഷണം പോലും നിങ്ങൾ കഴിക്കാൻ പാടില്ല, ഹലാല് മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും,
റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന, ഞാൻ നിങ്ങൾക്ക് നൽകിയ ഹലാലായ ഭക്ഷണമാണ് നിങ്ങൾ തിന്നേണ്ടത്. വഷ്കുറൂ ലില്ലാഹ്, അങ്ങനെ നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അല്ലാഹുവാണ് ഭക്ഷണം തന്നത്, അല്ലാഹുവാണ് പാനീയം തന്നത്, അല്ലാഹുവാണ് സൗഭാഗ്യങ്ങൾ തന്നത്, അല്ലാഹുവാണ് ആരോഗ്യം തന്നത്. അതിനുവേണ്ടി അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മറക്കരുത്. ഹലാലായത് മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമ്പാദ്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിശാചാണ് നമ്മുടെ ശത്രുവെന്ന് നമ്മൾക്കറിയാം. നമ്മുടെ ശത്രു പിശാചാണ്. അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു വാങ്ങിയതാണ് പിശാചി. എന്ന് മുതൽ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിൽ, സ്വർഗത്തിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടതിന്റെ പേരിൽ മനുഷ്യരോട്, ജനങ്ങളോട്, വിശ്വാസികളോട് പകയുമായി വൈരാഗ്യവുമായി നടക്കുകയാണ് പിശാച്. ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ കാരണക്കാരനാരാണ്? അവരെ ഞാൻ വെറുതെ വിടൂല എന്ന് അല്ലാഹുവിനോട് അന്നേ പറഞ്ഞതാണ്. ആര് കാരണത്താലാണോ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടത്, അവരെ ഞാൻ വെറുതെ വിടൂല എന്ന് അല്ലാഹുവിനോട് അന്നേ പറഞ്ഞതാണ് പിശാച്. അല്ലാഹുവിനോട് പറഞ്ഞു പിശാച്, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് കൊണ്ട്, നിന്റെ പ്രതാപം കൊണ്ട് ലഉഗ്വിയന്നഹും അജ്മഈൻ, ഒരാളെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഖാലിസീങ്ങളായ ഒരൽപ്പം ആളുകളല്ലാത്ത മറ്റുള്ള എല്ലാ ആളുകളെയും ഞാൻ വഴി പിഴപ്പിക്കുമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശത്രുക്കൾ രണ്ടുപേരാണുള്ളത്. ഒന്ന് പിശാചാണ്, രണ്ടാമത്തേത് നമ്മുടെ ശരീരമാണ്. ഒന്ന് പിശാചാണ്, രണ്ടാമത്തേത് നമ്മുടെ ശരീരമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പിശാച് നിങ്ങളുടെ ശത്രുവാണ് എന്ന്? അപ്പൊ പിശാചിൽ നിന്ന് നമ്മുടെ ശരീരത്തെ തടയാൻ, പിശാച് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ ദിക്റിലൂടെ ജീവിക്കലാണ് പരിഹാരം. പിശാച് ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ ദിക്റിലൂടെ ജീവിക്കലാണ് പരിഹാരം. രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓരോ ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ ആരാണോ ചൊല്ലുന്നത് അവരുടെ സമീപത്തേക്ക് പിശാച് അടുക്കൂല എന്നാണ്. പിശാചിനെ തടയാനുള്ള വഴി ദിക്റുകളാണ്. ആ ദിക്റ് ചൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രാവിലെ എണീക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ബാത്റൂമിലേക്ക് ചെല്ലുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുവേ പിശാചിന്റെ ശർറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്, പിശാചിന്റെ ശർറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് ബാത്റൂമിൽ പോവേണ്ടത്. അത് കഴിഞ്ഞ് ആമന റസൂൽ പാരായണം ചെയ്യാൻ പറഞ്ഞു, ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ പറഞ്ഞു. എന്തിന്? വൈകുന്നേരം വരെ പൈശാചികമായ ശർറുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ, പിശാചിന്റെ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും ആയത്തുൽ കുർസിയും ആമന റസൂലും പാരായണം ചെയ്യാൻ പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? പിശാച് നമ്മുടെ ശരീരത്തിലേക്ക് അടുക്കാതിരിക്കാൻ. നമ്മുടെ ശത്രു പിശാചാണ്. പിശാചിനെ തടഞ്ഞു നിർത്തിയാൽ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്നല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഓരോ 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം, സൂറത്തുൽ മുഅവ്വിദതൈൻ പാരായണം ചെയ്യണം, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതെല്ലാം പാരായണം ചെയ്യുമ്പോൾ പിശാച് നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നാണ്. ദിക്റിന്റെ മജ്ലിസിലേക്ക് പിശാച് കടന്നു വരൂല. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം.
പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. കാരണം പിശാച് അല്ലാഹുവിൽ നിന്ന് പിശാചിൽ നിന്ന് അഭയം തേടുന്ന ആളുകളിലേക്ക് പിശാച് കടന്നു വരൂല. അതേപോലെ തന്നെ നല്ല മുഖ്ലിസീങ്ങളായ ആളുകളിലേക്ക്, ദിക്റിലൂടെ ജീവിക്കുന്ന ആളുകളിലേക്ക് പിശാച് കടന്നു വരൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നിരന്തരമായി പിശാചിനോടാണ് നമ്മൾ പോരാടേണ്ടത്. പിശാചിനെ മാറ്റി നിർത്തിയാൽ ഹറാമായ സമ്പാദ്യങ്ങൾ വരാതെ, തിന്നുന്നത് ഹറാമാവാതെ, കുടിക്കുന്നത് ഹറാമാവാതെ, ധരിക്കുന്നത് ഹറാമാവാതെ, അതേപോലെ താമസിക്കുന്നത് ഹറാമാവാതെ സൂക്ഷിക്കാനുള്ള മനക്കരുത്ത് നമ്മൾക്കുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, പിശാച് അല്ലാഹുവിനോട് പറഞ്ഞു, ഫബിമാ അഗ്വൈതനി, അല്ലാഹുവേ എന്നെ വഴി പിഴപ്പിച്ചത് കാരണം, എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് കാരണം, ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, മനുഷ്യന്റെ എല്ലാ നന്മയുടെ വഴിയിലും ഞാൻ ഇരുന്ന് കാത്തിരിക്കുക തന്നെ ചെയ്യും. പള്ളിയിലേക്ക് പോകുമ്പോൾ ആ വഴിയിലും ഞാൻ കാത്തിരിക്കും, ഹജ്ജിന് പോകുമ്പോ അവിടെയും ഞാൻ ഉണ്ടാകും, വഅദിന് വരുമ്പോ അവിടെയും ഞാൻ ഉണ്ടാകും. എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ അവസരമുണ്ടായാൽ ആ വഴിയിൽ പോയി ഞാൻ അവനെ കാത്തിരിക്കുമെന്നാണ് അല്ലാഹുവിനോട് പറഞ്ഞത്. അവന്റെ മുൻഭാഗത്തിലൂടെ ഞാൻ കടന്നു വരുമെന്നാ പറഞ്ഞത്. അവന്റെ പിൻഭാഗത്തിലൂടെ ഞാൻ കടന്നു വരുമെന്നാ പറഞ്ഞത്. അവന്റെ വലതുഭാഗത്തിലൂടെ ഞാൻ കടന്നു വരും. അതേപോലെ അവന്റെ ഇടത് ഭാഗത്തിലൂടെ ഞാൻ കടന്നു വരും. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ 4 ഭാഗങ്ങളിലും പിശാച് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അവന്റെ മുൻഭാഗത്തിലൂടെ, അവന്റെ പിൻഭാഗത്തിലൂടെ, അവന്റെ വലതുഭാഗത്തിലൂടെ, അവന്റെ ഇടത് ഭാഗത്തിലൂടെ. അല്ലാഹുവേ ദുനിയാവിലെ അടിമകളിൽ ബഹുഭൂരിഭാഗം ആളുകളെയും നിനക്ക് ശുക്ർ ചെയ്യാൻ ഞാൻ അനുവദിക്കൂല. എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ആരാണോ കാരണക്കാരായത് അവരെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ആ പിശാചിൽ നിന്നകലാനാണ് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കയറാൻ അല്ലാഹു പറഞ്ഞത്. വീട്ടിലേക്ക് കയറുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കയറിയാൽ പിശാച് പറയുമത്രേ, അലാ നിങ്ങൾ അറിയണേ, ലാ മബീത ലക്കും, ഇന്ന് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കിടപ്പാടമില്ല. ബിസ്മി ചൊല്ലിക്കൊണ്ടൊരാൾ വീട്ടിലേക്ക് കയറിയാൽ അന്ന് ആ വീട്ടിൽ പിശാച് ഉണ്ടാവൂല എന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മി ചൊല്ലിക്കൊണ്ടൊരാൾ ഭക്ഷണം കഴിക്കാൻ നിന്നാൽ അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പിശാച് ഉണ്ടാവൂല. ലാ അശാ ലക്കും, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണവുമില്ല എന്ന് പിശാച് തന്റെ കൂട്ടാളികളോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് വളരെ പ്രധാനമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സർവ്വ ദിക്റുകളും ഓരോ മേഖലകളിലും നിരന്തരമായി ആവർത്തിച്ച് ഒന്നുപോലും ഒഴിവാക്കാതെ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ ശത്രു പിശാചാണ്. രണ്ടാമത്തെ ശത്രു നമ്മുടെ ശരീരം തന്നെയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നൻ നഫ്സല അമ്മാറതും ബിസ്സൂ. ഓരോ മനുഷ്യന്റെ ശരീരവും തിന്മയോട് താല്പര്യം കാണിക്കുന്ന ശരീരമാണ്, തിന്മകളോട് പ്രവണതയുള്ള ശരീരമാണത്. എല്ലാവരുടെ ശരീരം അങ്ങനെയാണ്. എല്ലാവരുടെയും മനസ്സ്, ശരീരം തിന്മയോടായിരിക്കും താല്പര്യം ഉണ്ടാവുക, തെറ്റ് ചെയ്യാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. പിന്നെ കഴിവുന്ന ആളുകളൊക്കെ, ചില ആളുകളൊക്കെ അത് നിയന്ത്രിക്കും. വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. ചില ആളുകൾ അതിനെ നിയന്ത്രിക്കും, ചില ആളുകൾ അത് പ്രാക്ടിക്കലാക്കും. അതല്ലേ അല്ലാഹു പറഞ്ഞത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ ചെവിയിലൂടെ നിങ്ങൾ കേട്ടത്, കണ്ണിലൂടെ നിങ്ങൾ കണ്ടത്, എന്തിനേറെ
നിങ്ങളുടെ ഹൃദയത്തിലൂടെ ചിന്തിച്ചതുവരെ അല്ലാഹു നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ആർക്കാണ് ഹൃദയത്തിലെ ചിന്തകൾ നിയന്ത്രിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു തആല പളുങ്കുപാത്രം പോലെ സൂക്ഷിക്കുന്ന ഒരു അവയവമുണ്ട്. സ്ഫടികം പോലെ സൂക്ഷിച്ച ഒരു അവയവമുണ്ട്. ആ അവയവത്തിന് പോറലേറ്റാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നശിച്ചു പോകും. ഇദാ സ്വലുഹത്, അത് നന്നായാൽ നിങ്ങൾ നന്നായി. ഹൃദയം നന്നായാൽ നിങ്ങൾ നന്നായി. ഹൃദയം മോശമായാൽ നിങ്ങൾ മോശമായി. അപ്പൊ ഹൃദയം നന്നാവാൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ മഹാന്മാരായ സ്വഹാബാക്കൾ, പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നത് നന്നായി പരിശുദ്ധമായ ഖുർആൻ ഓതണമെന്നാണ്. നന്നായി പരിശുദ്ധമായ ഖുർആൻ ഓതണമെന്നാണ്. രാത്രിയായാൽ വൈകി ഉറങ്ങിയാലും നേരത്തെ ഉറങ്ങിയാലും തഹജ്ജുദ് നിസ്കരിക്കണമെന്നാണ്. വൈകി ഉറങ്ങിയാലും നേരത്തെ ഉറങ്ങിയാലും തഹജ്ജുദ് നിസ്കരിക്കണം. ഒരു ദിവസം പോലും നമ്മുടെ സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടു പോവരുത്. ഒരു ദിവസം പോലും നമ്മുടെ സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടു പോവരുത്. കഴിവിന്റെ പരമാവധി പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുക തന്നെ വേണം. ഓരോ നാട്ടുകാരും പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്ന ഓരോ വീട്ടുകാരും നിർബന്ധമായും പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുക തന്നെ വേണം. ആരാണോ സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ സുബഹി നിസ്കാരം ആർക്കാണോ ഖളായി പോകുന്നത്, മുനാഫിഖീങ്ങളാണവർ. മുനാഫിഖീങ്ങളാണവർ. സുബഹി നിസ്കരിക്കാൻ മടി കാണിക്കുന്നവർ മുനാഫിഖീങ്ങളാണ്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ മുനാഫിഖീങ്ങളാണ്. സുബഹി നിരന്തരമായി പള്ളിയിൽ പോയി ഒന്നാമത്തെ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നവർ, അവരുടെയും അവരുടെ സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രമായിരിക്കും. മുഅ്മിനീങ്ങളെ, അവർ മരിച്ചാൽ നേരെ പോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. അതുകൊണ്ട് സുബഹി നിസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായി പങ്കെടുക്കാൻ തന്നെ ശ്രമിക്കണം. ആരെങ്കിലും ഒരാൾ, ആണായാലും ശരി പെണ്ണായാലും ശരി, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മുനാഫിഖീങ്ങളാണ്. മുനാഫിഖീങ്ങളുടെ കേന്ദ്രം അല്ലാഹു പറഞ്ഞത് ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. അതുകൊണ്ട് കിടന്നുറങ്ങുന്ന ശീലം നമ്മൾ ഒഴിവാക്കണം. കിടന്നുറങ്ങുന്ന ശീലം ഒഴിവാക്കണം. എത്ര വൈകി ഉറങ്ങിയാലും, ഇനി വാല കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 12 മണിയായാലും, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മൊബൈൽ ഫോണുകൾ കൊണ്ട് അലാം വെച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ സുബഹി ബാങ്കിന്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും എണീക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ ഹൃദയത്തെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്നാ പറഞ്ഞത്. ദുആ നിരന്തരമായി ദുആ ചെയ്യുന്ന ആളുകളെയും അല്ലാഹു തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ്. നാലാമതായി പറഞ്ഞത് സ്വാലിഹീങ്ങളായ ആളുകളുടെ, ഉലമാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ നിങ്ങൾ ഇരിക്കണം. അവരുടെ കൂടെ സമയം ചെലവഴിക്കണം. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അഞ്ചാമതായി പറഞ്ഞത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തആല പളുങ്കുപാത്രം പോലെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഈ ഹൃദയത്തെ സൂക്ഷിക്കാനുള്ള വഴികളാണ്. അപ്പൊ 2 ശത്രുക്കളാണ് നമ്മൾക്കുള്ളത്. ഒന്ന് പിശാചാണ്, രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം ശരീരമാണ്. ഓരോ ശരീരവും തിന്മയോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ശരീരമാണ്. ആരൊഴികെ? ഇല്ലാ മാ റഹിമ റബ്ബി, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആളുകൾ ഒഴികെ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാതെ ഒരാൾക്കും നന്നാവാൻ കഴിയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാതെ ഒരാൾക്കും നന്നാവാൻ കഴിയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ, തെറ്റുകളിൽ നിന്ന് അകലം പാലിക്കാൻ, തെറ്റു ചെയ്യാതെ ജീവിക്കാൻ, തെറ്റിനോട് വെറുപ്പ് തോന്നാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനോട്
അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള അകലം പോലെ ഒരിക്കലും രണ്ടുപേരും കണ്ടുമുട്ടാനില്ല. കിഴക്കും പടിഞ്ഞാറും രണ്ടുപേരും ഒരിക്കലും കണ്ടുമുട്ടാനില്ല. കിഴക്കും പടിഞ്ഞാറും കൂടിയോജിക്കാനില്ല. അതേപോലെ ഞാനും തെറ്റും ഒരിക്കലും സമരസപ്പെട്ടു പോകുന്നൊരവസരം ഉണ്ടാവരുത്. എന്റെ ഭാഗത്ത് തെറ്റൊരിക്കലും സംഭവിക്കരുത്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. ഇത് ആരാണ് ദുആ ചെയ്തതെന്നറിയോ? ജീവിതത്തിൽ ഒരു തെറ്റുപോലും സംഭവിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും വരൂല എന്ന് അല്ലാഹു ഉറപ്പ് കൊടുത്ത പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. ഓരോ നിസ്കാരത്തിലും ഈ പ്രാർത്ഥന നബി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകാരായ തോന്നിവാസികളായ തമ്മാടികളായ നിരന്തരമായി ആയിരക്കണക്കിന് തെറ്റുകൾ തീരെ ശ്രദ്ധയില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ അല്ലാഹുവിനോട് എത്ര ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ പ്രാർത്ഥന പഠിക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ തെറ്റിൽ നിന്ന് അകലം നിൽക്കാൻ, തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെയും തെറ്റിന്റെയും ഇടയിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള അകൽച്ച പോലെ അല്ലാഹുവേ നീ ഒരു അകൽച്ച നൽകണേ എന്ന് നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ പിശാചിന്റെ വളരെ പ്രധാനപ്പെട്ട പണി എന്താ? പിശാച് ചെയ്യുന്നത് എന്താ? ഒരു മനുഷ്യനെ നരകത്തിലേക്ക് ചെന്നെത്തിക്കണം, നരകത്തിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന് പിശാച് തീരുമാനിച്ച പിശാച് എന്താ ചെയ്യാ?